സതീശനെതിരെയും വെള്ളാപ്പള്ളി രംഗത്ത് വരികയാണ്. പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷം സതീശൻ തവള വീർത്തതുപോലെ വീർത്തുവെന്ന് വെള്ളാപ്പള്ളി. കേരളത്തിൽ പുതുയുഗം സൃഷ്ടിക്കാൻ പ്രതിപക്ഷ നേതാവിന് ഒരിക്കലും കഴിയില്ല എന്ന വിമർശനം. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്ന ദിവസം കാക്ക മലന്ന് പറക്കും. വേണുഗോപാലാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ, പിന്നെ ചെന്നിത്തലയെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർക്കുകയാണ്. രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട്. രാഹുൽ, ആദ്യം ഈ തന്ത്രിയെ തള്ളിപ്പറയുമ്പോൾ അവിടെ ക്ലീൻ ചിറ്റ് നൽകുന്നത് ആർക്കൊക്കെയാണ്? വാസുവിനും ശങ്കർദാസിനും ഒക്കെ തന്നെ. അക്കാര്യത്തിൽ മുഖമടച്ച് അങ്ങനെ പറയുന്നു, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ തന്ത്രിയോടുള്ള നിലപാട്, സതീശനോടുള്ള നിലപാട്, അതായത് സർക്കാരിന്റെ വഴിയെ തന്നെ സർക്കാരിന്റെ നാവായി വീണ്ടും വെള്ളാപ്പള്ളി മാറുന്നുണ്ട്. രാഹുൽ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഏറ്റവും വലിയ ആയുധമായി പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത് തന്ത്രിയെ സർക്കാർ കരുവാക്കിയതാണെന്ന തരത്തിൽ, അല്ലെങ്കിൽ തന്ത്രിയെ ഉപയോഗിച്ച് സർക്കാർ പല കാര്യങ്ങളും മറയ്ക്കാൻ ശ്രമിച്ചു എന്ന തരത്തിൽ പ്രചാരണം മുന്നിലേക്ക് വരുമ്പോൾ സർക്കാർ പ്രതിരോധം തീർക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അതായത് തന്ത്രിയെ ഒരു കോടതി മാത്രമല്ലേ വെറുതെ വിട്ടുള്ളൂ, മറ്റു കോടതികൾ ഇനി കാര്യങ്ങൾ പരിഗണിക്കണമല്ലോ എന്ന തരത്തിലുള്ള പ്രതികരണമാണ് വരുന്നത്. അപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പാർട്ടി ബന്ധമുള്ള CPM ബന്ധമുള്ള N വാസു ഉൾപ്പെടെയുള്ള തെറ്റ് ചെയ്യില്ല, തനിക്ക് ബോധ്യമുള്ള കാര്യമാണ് എന്നുൾപ്പെടെ പറഞ്ഞു വെക്കുമ്പോൾ ഈ കേസിൻ്റെ മെറിറ്റുകളിലേക്കൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ കേസിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാതെ ഈ സർക്കാർ പ്രതിരോധം ഒരുക്കുക, സർക്കാർ പറയുന്ന ന്യായവാദങ്ങൾ ആവർത്തിക്കുക എന്ന തരത്തിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ കാര്യങ്ങൾ പറയുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ തന്ത്രിക്കെതിരെ പറയുന്നത്. ഇനിയും കോടതിയുണ്ടല്ലോ, മുകളിലേക്ക് പോകുമ്പോൾ തന്ത്രി ചെയ്ത കാര്യങ്ങൾ പുറത്തു വരും എന്ന തരത്തിൽ പറയുന്നു. ഒപ്പം N വാസുവിനും പ്രതിരോധം തീർക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ മുഖമടച്ച് പ്രഹരം. ഒപ്പം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും മുഖം നോക്കി വാസുവിനും ശങ്കരദാസിനും ഒക്കെ തന്നെ ക്ലീൻ ചിറ്റും നൽകിയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്.